വേണ്ടി വന്നാൽ ആ വടി എന്നൊരു ആയുധമായിട്ട് കണക്കാക്കാം. എൻ്റെ കുലത്തിലെ ഞാൻ ആയുധം എടുത്തും സംരക്ഷിക്കും. കുടുംബക്ഷേത്രവും കുലദേവതയും ഇത് രണ്ടും ഒന്ന് തന്നെയായിരിക്കുമോ? മാന്ത്രികം എന്ന് പറയുന്നത് ഇപ്പോൾ മന്ത്രത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു വിധി. പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ദേവതയെ നമ്മൾ യഥാവിധം ഉപചാരങ്ങൾ കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നതിനാണ് പൂജ എന്ന് പറയുന്നത്. ശാസനകൾ കിട്ടിയ ശേഷമുള്ള ആ മനുഷ്യൻ്റെ അടുത്ത ഘട്ടമാണ് ശാസ്താവ്. ഈ ശാസ്താവിൽ നിന്ന് കുറച്ചുകൂടി കുടുംബസ്ഥനായി ഗൃഹസ്ഥനായിട്ട് ജീവിക്കുന്ന അതാണ് ഗുരുമുത്തപ്പൻ. കുലാചാരം കൃത്യമായിട്ട് ആചരിച്ചു പോകുന്ന കുടുംബങ്ങളിൽ അതിൻ്റെ ഐശ്വര്യം പ്രത്യേകം കാണാൻ പറ്റും. കുലാചാരം എന്ന് പറയുന്നതും ഇതിനാചരിക്കുക കുലദേവതയെ ആ പൂർവികർ പറഞ്ഞ വണ്ണം ഒരാണു ഇട ഭേദമില്ലാതെ ആചരിക്കുന്നതാണ് കുലാചാരം. കുലാചാരം കൃത്യമായിട്ട് ആചരിച്ചു പോകുന്ന കുടുംബങ്ങളിൽ അതിൻ്റെ ഐശ്വര്യം പ്രത്യേകം കാണാൻ പറ്റും. അതില്ലാത്ത കുടുംബങ്ങൾ പ്രധാനമായിട്ട് തലമുറകൾ നിന്നുപോകും. 2-3 മക്കൾ, ആൺകുട്ടി പെൺകുട്ടി, അതുപോലെ എല്ലാവർക്കും വിവാഹം കഴിയുന്നു, മക്കളുണ്ടാവുന്നു, എല്ലാവരും പൂർണ്ണ ആയുസ്സെത്തി മരിക്കുന്നു. അതുപോലെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പണ്ടൊക്കെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഗോസമ്പത്തൊക്കെ കുറേ പശുവുണ്ട്, അതാണ് ഒരാളുടെ സമ്പന്നതയുടെ ലക്ഷണം. കുറേ ഭൂമിയുണ്ട്, കൃഷി ഇത്ര പാട്ടം ഭൂമിയുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഗോക്കളുണ്ട്, ഇതൊക്കെയാണ് സമ്പന്നതയുടെ. അപ്പോൾ ചില മന്ത്രങ്ങളിലൊക്കെ കാണാം, ആ മന്ത്രങ്ങളുടെ ഫലശ്രുതിയിലുണ്ടാവും ഇന്ന മന്ത്രം ജപിച്ചാൽ ഇത്ര പശുക്കളും ഇത്ര ഇതൊക്കെ ഉണ്ടാവും. അത് അന്നത്തെ കാലത്ത് അതാണ് സമ്പത്ത്, മനസ്സിലായില്ലേ? ഇന്നത്തെ കാലത്ത് നമ്മൾ പശുക്കൾ ഉണ്ടാവുന്നതല്ല, അങ്ങനെ ഉണ്ടാവാം, പക്ഷെ അതല്ല നമ്മളുടെ സമ്പത്തിൻ്റെ അടിസ്ഥാനം, അത് മാറി. അപ്പോൾ ഈ സമ്പൽ സമൃദ്ധിയുമായിട്ടൊരു കുടുംബം കഴിയുന്നതിനെയാണ് ഈ കുലാചാരം ആചരിച്ചു പോകുന്നതിൻ്റെ ലക്ഷണം. അതില്ലാതെ ഒന്നാണ് അത് ലംഘനം നടന്നു എന്നുള്ളതിൻ്റെ ലക്ഷണം. അത് ഓരോ വർഷവും കൃത്യമായിട്ട് അത് ആചരിച്ച് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു പ്രാവശ്യം അത് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിന്ന് അതിന് വേണ്ട കാര്യം തുടങ്ങേണ്ടി വരും. അതൊക്കെയാണ്. കുടുംബക്ഷേത്രവും കുലദേവതയും ഇത് രണ്ടും ഒന്ന് തന്നെയായിരിക്കുമോ? കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ കുലദേവത ഒന്നാവാം അല്ലെങ്കിൽ രണ്ടാവാം, അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കുലദേവത എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ തന്നെ ഒരു അംഗമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ കുലദേവത നമ്മളെ വീട്ടിൽ തന്നെ ഒരു അംഗം. ഇപ്പം നമ്മൾ പുറത്തുനിന്നൊരു മൂർത്തിയെ, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു മൂർത്തിയെ കൊണ്ടുവന്ന് വീട്ടിലിരുത്തി നമ്മളൊരു വിഗ്രഹമൊക്കെ വെച്ച് പ്രാണപ്രതിഷ്ഠ ചെയ്ത് ആ ദേവതയെ പൂജിക്കുന്ന പോലെയല്ല കുലദേവത. കുലദേവതയ്ക്ക് ഒരു പരിധി വരെ ശുദ്ധാശുദ്ധങ്ങളൊന്നും പ്രശ്നമല്ല. കുലദേവതയ്ക്ക് ഒരു പരിധി വരെ എന്ന് വെച്ച് എന്തു ചെയ്യാന്നല്ല. ഇപ്പോൾ അതൊരു ദേവതയാണെന്നും ഇപ്പം നമ്മളെ തന്നെ ഒരു മുത്തശ്ശി എന്ന് ഉദാഹരണം പറയാം. ആ മുത്തശ്ശിക്ക് വേണ്ട പരിഗണനകളോ നമ്മൾ കൊടുത്താൽ ആ മുത്തശ്ശിക്ക് ഇപ്പോൾ ആ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ആർത്തവ സംബന്ധമായ പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുത്തശ്ശിക്ക് അത് പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയല്ല മറ്റ് ദേവതകൾ. അപ്പോൾ കുലദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഒരു മുത്തശ്ശി എന്നുള്ള വണ്ണാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇത് കുലദേവത ചില തറവാടുകളിൽ ഇത് അകത്തായിരിക്കും. മിക്കവാറും പണ്ടൊക്കെ മച്ചിലൊക്കെ ആയിരുന്നു, മച്ചിലെ ഭഗവതി എന്നൊക്കെ പറയും. അപ്പം മച്ചിൽ നിത്യേന പോയി വിളക്ക് വെച്ച് തൊഴുന്ന സമ്പ്രദായം അല്ല. വല്ലപ്പോഴും ഒക്കെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ വാവ്, കറുത്തവാവനോ ഒക്കെ പോയിട്ട് ഒരു തിരി വെച്ച് എന്തെങ്കിലും നിവേദ്യം കൊടുത്ത്, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ഗംഭീരമായിട്ടൊരു നമ്മൾ പറയല്ലേ, നമ്മൾ അതിന് ചില നാടുകളിൽ കാരണന്മാർക്ക് കൊടുക്കുക എന്നൊക്കെ പറയും. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ദേവതയ്ക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങളെ കൊടുത്തൊരു വർഷം നമ്മുടെ തന്നെ വീടിനകത്താണ് കുലദേവതയുടെ സ്ഥാനം പ്രധാനമായിട്ടും. 90% അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ, ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ പോലെ, കുറച്ച് കഴിയുമ്പോൾ ദേവത പുറത്തേക്ക് ഇറങ്ങുന്നില്ലേ, അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം അകത്ത് വെച്ച് പരിപാലനം അത് ആ ദേവതയ്ക്ക് അത് മതിയെങ്കിൽ അത് മതി. ചില സമയങ്ങളിൽ ഈ ദേവത പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ ആ ദേവതയ്ക്ക് ഇപ്പോൾ പുറത്തൊരു വീടായിരിക്കും വേണ്ടി വരിക, അല്ലെങ്കിൽ ഒരു തറയായിരിക്കും വേണ്ടി വരിക. കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിനൊരു മേൽക്കൂര അങ്ങനെയൊന്നും അറിയും. അപ്പോൾ അത് ചില സ്ഥലങ്ങളിൽ പുറത്ത് ഒരു ക്ഷേത്രമായിട്ട് കുടുംബക്ഷേത്രമായിട്ടും കുടുംബദേവതയെ ആരാധിക്കാറുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയും കാണാം ചില സ്ഥലങ്ങളിൽ. അപ്പോൾ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ കുലദേവതയാവാം, ആവാതിരിക്കാം. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ കുലദേവത അകത്ത് മച്ചില ഭഗവതിയായിട്ട് ഇരിക്കെ തന്നെ കുടുംബക്ഷേത്രമായിട്ട് പുറത്ത് മറ്റേതെങ്കിലും ദേവതകളെ ഉപാസിക്കുന്ന സ്ഥലമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഭദ്രകാളി അല്ലെങ്കിൽ ഭുവനേശ്വരി എന്ന് പറയുന്നത് നമ്മുടെ ദശമഹാവിദ്യയിലെ ഭുവനേശ്വരി അല്ല, കേരളത്തിലെ കുലദേവതയായിട്ടുള്ള ഭുവനേശ്വരി, അത് കാളി തന്നെ. അപ്പോൾ ആ കാളിയെ അല്ലെങ്കിൽ ആ ഭഗവതിയെ നമ്മൾ കുലദേവതയായിട്ട് അകത്ത് നമ്മളെ മച്ചിലോ പടിഞ്ഞാറ്റിയോ അല്ല, അപ്പോൾ ഉദാഹരണം പറഞ്ഞാണ് ഞാൻ. അതന്നെ ആയിരിക്കണം എന്നില്ല, ഉദാഹരണം ആണെങ്കിൽ. അപ്പോൾ ആ ദേവതയെ നമ്മളകത്ത് നമ്മുടെ കുലദേവതയായിട്ട് കുടിയിരുത്തിയിട്ടുണ്ട്. പീഠത്തിലൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒരു വാൽക്കണ്ണാടിയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ തൊട്ടപ്പുറത്ത് ഈ പൂർവികനെയും വെക്കും. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ദേവതയെ കണ്ടുപിടിച്ച് വ്യക്തി എന്നുണ്ടല്ലോ, നമ്മൾ ഗുരുമുത്തപ്പൻ എന്നൊക്കെയാണ് പറയുക, യോഗീശ്വരൻ അങ്ങനെയൊക്കെ പറയും. ആദ്യമായിട്ട് ഈ ദേവതയെ തിരിച്ചറിഞ്ഞ വ്യക്തി.
അപ്പോൾ ആ പീഠത്തിൽ ദേവതയെ കുടിയിരുത്തുമ്പോൾ തൊട്ടപ്പുറത്തൊരു പീഠത്തിലൊരു ചൂരലും അല്ലെങ്കിൽ ചെറിയൊരു വാളൊക്കെ വെച്ചിട്ട് ഈ ഗുരുമുത്തപ്പനെയും കുടിയിരുത്തും. അപ്പോൾ ഈ ഗുരുമുത്തപ്പൻ ഈ നമ്മുടെ കുലദേവത ഇതിങ്ങനെ അകത്ത് മച്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുറിയിലോ അതിന് കണക്കാക്കിയ ഒരു മുറിയിലോ ഉണ്ടാവും. അതിരിക്കെ തന്നെ പുറത്ത് ദേവതകളുള്ള സ്ഥലങ്ങളും ഉണ്ട്. ഇപ്പം സംരക്ഷണ മൂർത്തിയായിട്ട് ദേവതകളെ പുറത്ത് ആരാധിക്കും. ഇപ്പം അകത്ത് ഭദ്രാളി ഇരിക്കെ തന്നെ പുറത്ത് ചൊവ്വ ഭഗവതി ആരാധിക്കും. ഇപ്പോൾ അറിയുണ്ടാവുമല്ലോ, ഇപ്പോൾ ചേച്ചിയുടെ നമ്മളെ അവിടെ തറവാടിലൊക്കെ അങ്ങനെയല്ലേ ഓർമ്മയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് ഇതാണ് ഭുവനേശ്വരിയാണ്, പുറത്ത് സംരക്ഷണ ദേവതയായിട്ട് ആ ഭൂമിയിൽ ചൊവ്വ ഭഗവതി ഇരിക്കുകയാണ്. അപ്പോൾ ആ ഭഗവതിക്ക് ഗുരുതി ഒക്കെ കൊടുത്തിട്ടുള്ള പൂജ വർഷത്തിലൊരു പ്രാവശ്യം ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ അത് പിന്നീട് ഒരു ക്ഷേത്രമായിട്ട്, ചെറിയൊരു കുടുംബക്ഷേത്രമായിട്ട് അങ്ങനെയും വരാറുണ്ട് ചില സ്ഥലങ്ങളിൽ. ഞാൻ പറഞ്ഞില്ലേ, സാമ്പ്രദായികമായിട്ട് വ്യത്യാസമുണ്ട്. അതാണ് അതിൽ പറയാനുള്ളത്. ഇപ്പം നമ്മൾ കുലദേവത കുലാചാരം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു ഗുരുമുത്തപ്പൻ യോഗീശ്വരൻ എന്ന് പറഞ്ഞു. അതൊന്ന് വിശദീകരിക്കാമോ? ഒന്നുകൂടി പറയണം. ഒന്നുകൂടി പറയണം. ഗുരുമുത്തപ്പൻ എന്ന് പറയുന്നത് യോഗീശ്വരൻ, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ഗുരുമുത്തപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പൂർവികൻ, നമ്മുടെ തന്നെ ഒരു പൂർവികൻ. അതിപ്പോൾ നമ്മൾ പൂർവികൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നിയറസ്റ്റ് അടുത്തുള്ളതെന്ന് വിചാരിക്കരുത്. ഇപ്പം നമ്മുടെ അത് പറയാൻ പറ്റില്ല. ഇപ്പം 100 വർഷത്തിന് കണക്കില്ല. 100 വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ വീട്ടിലിരിക്കുന്ന ഒരു മുത്തശ്ശിക്ക് ഇപ്പോൾ ഒരു 75-80 വയസ്സുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് 100 വർഷം, ഒരു 100 തലമുറ എന്ന് പറയാൻ വേണമെങ്കിൽ വർഷത്തിന്റെ കണക്ക് ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ചിലപ്പോൾ എത്രയോ തലമുറ മുന്നേ ഈ പറഞ്ഞ ഈ ദേവതയെ കണ്ടുപിടിച്ച് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം അദ്ദേഹം അതിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ പോലെ എളുപ്പമായിട്ടല്ല. അന്നെന്ന് വെച്ചാൽ അത് തേടി കണ്ടുപിടിച്ച് ജപിച്ച് അതൊക്കെ പിന്നെ എത്തിപ്പെടണമെങ്കിൽ ഒരുപാട് കാലതാമസം ഉണ്ടാവും. ചിലപ്പോൾ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ലാത്ത ആളെ പോലും ആയിരിക്കാം. നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ അപ്പനപ്പൂപ്പന്മാരെ അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ ഏതോ തലമുറയിൽപ്പെട്ട ഒരാൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ദേവതയെ കണ്ടുപിടിച്ച് സ്ഥാപിച്ച് നമ്മുടെ കുലത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം പോലും ഹോമിച്ചിട്ടുണ്ടാവാം. അദ്ദേഹം വിവാഹം പോലും ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ വിവാഹിതനായിരിക്കാം, അതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ആ ജീവിതം ഹോമിച്ച് അല്ലെങ്കിൽ അതിനു വേണ്ടി കഷ്ടപ്പെട്ട് ആ ദേവതയെ കണ്ടുപിടിച്ച് പ്രീതിപ്പെടുത്തി കുടിയിരുത്തിയ വ്യക്തിയാണ് നമ്മൾ ഗുരുമുത്തപ്പൻ എന്ന് പറയുന്നത്. യോഗീശ്വരൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ കുറച്ചുകൂടി അതിൻ്റെ ഒരു അടുത്ത തലത്തിലേക്ക് ദേവതയെ ആരാധിച്ചും അനുഷ്ഠിച്ചും ആ ദേവത തന്നെ ആയിത്തീർന്ന് ജീവത്യാഗം ചെയ്ത്, അല്ലെങ്കിൽ ജീവത്യാഗം എന്നല്ല അതിന് പറയാം, അതായത് ഒരു സമാധി അവസ്ഥയിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തി, അങ്ങനെയാണ്. അപ്പൊ ഈ യോഗീശ്വരന്റെ അടുത്ത് ചൂരിലൊക്കെ വെച്ചാണ് അത് എന്താണ്? അത് ഒരു സങ്കല്പം, അതായത് അദ്ദേഹത്തിലേക്കും നമ്മളിലേക്കുള്ള ഒരു പാത ആയിട്ട് കണക്കാക്കുന്നു. പിന്നെ ഒരു ആയുധമായിട്ട് കണക്കാക്കാം. ഇപ്പൊ നമ്മളെ സംരക്ഷിക്കാൻ ശേഷിയുണ്ട് അദ്ദേഹത്തിന്. വേണ്ടി വന്നാൽ ആ വടി എന്നൊരു ആയുധമായിട്ട് കണക്കാക്കാം. എൻ്റെ കുലത്തിലെ ഞാൻ ആയുധം എടുത്തും സംരക്ഷിക്കും. വാളുണ്ടാവും, ചിലപ്പോൾ ചെറിയ ചുരിക പോലത്തെ വാളൊക്കെ ഉണ്ടാവും. അപ്പോൾ യോഗീശ്വരൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിലേക്ക് ഉള്ള ആ ഒരു തലമുറയുടെ ഒരു ബന്ധം, ആ ഒരു നൂൽപ്പാലം എന്നുപോലെ പറയാം. പിന്നെ വേണ്ടി വന്നാൽ എൻ്റെ കുലത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ആ ഒരു വടിയെടുത്ത് ഇപ്പോൾ അതായത് ഇപ്പം നമ്മൾക്കെതിരായി വരുന്ന ഒരു കാര്യത്തിനെ ഒരു ഒരു വടി, ഒരു അകലെ അല്ലെ, ഒരു പന്തപ്പാട് അകലെ എന്നൊക്കെ പറയും, ഒരു ഇവിടെ അകലെ നിർത്താൻ ശേഷിയുള്ള വ്യക്തിയാണ്. ഇനി അതും പോരെങ്കിൽ ഈ ആയുധം എടുത്തു പോലും കുലത്തിനെ സംരക്ഷിക്കാൻ ശേഷിയുള്ള വ്യക്തിയാണ് എന്നുള്ളതിൻ്റെ പിന്നെ പല വിധത്തിൽ ഇപ്പോൾ കിരാതമൂർത്തി പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേട്ടക്കാരൊക്കെ ആയിരുന്നല്ലോ ഈ കിരാതമൂർത്തി സങ്കല്പമൊക്കെ, വേട്ടക്കരൻ സങ്കല്പമൊക്കെ ഉണ്ട്. വേട്ടക്കരൻ തന്നെയാണ് ഒരു വിധത്തിൽ ചിലയിടത്തൊക്കെ വേട്ടക്കരൻ സങ്കല്പത്തിലാണ്. ശാസ്താവ് എന്ന് പറഞ്ഞാൽ വേട്ടക്കരൻ എന്ന് പറഞ്ഞാൽ ശാസ്താവ് അതിൻ്റെ അടുത്ത സ്റ്റേജാണ്. വേട്ടക്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിരാതമൂർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഈ നിയമങ്ങളൊക്കെ വരുന്നതിന് മുമ്പ്, നിയമങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് അമ്മയാകുന്നു, ഇത് ഭാര്യയാകുന്നു, ഇത് സഹോദരിയാകുന്നു, ഇത് അവൻ്റെ ഗൃഹം, ഞാൻ അങ്ങോട്ട് കയറിക്കൂടാ, അവിടുത്തെ കാര്യം നോക്കിക്കൂടാ, ഇത് അവൻ്റെ കുഞ്ഞ്, അങ്ങനെയുള്ള ഇത്തരം ഇതുണ്ടല്ലോ സംഹിതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസനകൾ എന്ന് പറയും നമ്മൾ, നിയമങ്ങളല്ല. ഈ ശാസനകൾ വരുന്നതിന് മുമ്പുള്ള മനുഷ്യൻ അയാൾക്ക് നിയമങ്ങളൊന്നുമില്ല. അയാൾക്ക് തോന്നുന്നവരെ കൊല്ലാം, തോന്നുന്നവരെ വിവാഹം കഴിക്കാം, അപ്പുറത്തൻ്റെ വീട് ഇപ്പുറത്തെ അതൊന്നുമില്ല, ഇഷ്ടമുള്ളത് ചെയ്യാം. നിയമങ്ങളില്ല, ശാസനകളില്ല, ശാസിക്കാൻ ആളുമില്ല. ഇതാണ് വേട്ടക്കരൻ സങ്കല്പം. ശരിക്കും കിരാതമൂർത്തി അതാണ്. അവിടെ അയാൾക്ക് നീ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, നീ മനുഷ്യനാണ്, ഇന്ന കാര്യങ്ങളൊക്കെ നീ പാലിക്കണം, ഇന്ന ശാസന എന്ന് പറഞ്ഞ് ശാസനകൾ കൊടുത്തു. ആ ശാസനകളെ പാലിച്ചുകൊണ്ട് അടുത്ത ആ ഘട്ടത്തിൽ ജീവിക്കുന്ന ആളാണ് ശാസ്താവ്. നിയമങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് എന്ന് വെച്ചാൽ അത് വേട്ടക്കരുമാനല്ല, ഈ കിരാതമൂർത്തി.
ശാസനകൾ കിട്ടിയ ശേഷമുള്ള ആ മനുഷ്യൻ്റെ അടുത്ത ഘട്ടമാണ് ശാസ്താവ്. ഈ ശാസ്താവിൽ നിന്ന് കുറച്ചുകൂടി കുടുംബസ്ഥനായി ഗൃഹസ്ഥനായിട്ട് ജീവിക്കുന്ന അതാണ് ഗുരുമുത്തപ്പൻ. മനസ്സിലായില്ലേ? ഒരു നിയമവും ഇല്ലാത്ത ആ ഒരു പ്രാകൃത ജീവിതം നയിച്ചിരുന്ന ആള് കിരാതമൂർത്തിയും ശാസനകളേറ്റ് ഓക്കെ ഇതൊക്കെ ഇന്ന പോലെയൊക്കെ ജീവിക്കേണ്ടെന്നുള്ള ശാസന നിയമം എന്നാണ് അർത്ഥം കേട്ടോ. നമ്മൾ പറയുന്ന ആ ശാസനയല്ല, ശാസന അതല്ല, ഇത് ശാസിച്ചു എന്ന് പറയുന്ന അതല്ല. എന്ന് വെച്ചാൽ ഈ ശാസനകളെ അനുസരിക്കാത്തവനെയാണ് നമ്മൾ ശാസിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് നിയമം എന്നാണ് പറയുക. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ കുടുംബത്തിലെ അതൊന്ന് സമൂഹത്തിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആളാണ് ശാസ്താവ്. അത് കഴിഞ്ഞ് അയാൾ ഗൃഹസ്ഥനായി കുടുംബത്തേക്ക് പരിപാലിക്കത്തക്ക വണ്ണമുള്ള ഒരു പരുവത്തിലെത്തുമ്പോഴാണ് നമ്മൾ ഗുരുമുത്തപ്പൻ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് പിന്നെ നമ്മളിപ്പോൾ ഈ എത്തി നിൽക്കുന്ന ഒരു. അപ്പോൾ അന്ന് ആ കഷ്ടപ്പെട്ട വ്യക്തിയെ നമ്മൾ ഈ ദേവത, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം, നമ്മൾ എപ്പോഴും പറയുന്ന പുളിയാമ്പള്ളി നമ്പൂരിശൻ്റെ ക്ഷേത്രം ഉണ്ടല്ലോ. പുളിയാമ്പള്ളി നമ്പൂരിശൻ്റെ ക്ഷേത്രത്തിൽ ഭദ്രകാളി, അവിടെ നടുക്ക് പുളിയാമ്പള്ളി നമ്പൂരിശൻ, അപ്പുറത്ത് ഭദ്രകാളി, ഇപ്പുറത്ത് ശിഷ്യൻ. ഇതന്നെയാണ് നമ്മുടെ കുടുംബത്തിലും. ഉദാഹരണം പറയണ ഈ നമ്പൂരിശൻ എന്ന് പറയുന്നത് ഈ ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തി പ്രത്യക്ഷപ്പെടുത്തിയ ആളാണ്. അദ്ദേഹം പ്രത്യക്ഷപ്പെടുത്തിയ ദേവതയാണ് ഇപ്പുറത്തിരിക്കുന്നത്. അന്ന് അദ്ദേഹത്തെ സഹായിച്ച ആളാണ് ഇപ്പുറത്തിരിക്കുന്നത്. 3 പേരെ ആരാധിക്കുന്നുണ്ട്. ഇതേപോലെ നമ്മളെ കുടുംബത്തിൽ ഈ ദേവതയെ കണ്ടുപിടിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ ആളാണ് ഗുരുമുത്തപ്പനായിട്ട് ഇടതുവശത്തിരിക്കുന്നത്. ആ ദേവതയാണ് വലതുവശത്തിരിക്കുന്നത്. ഇനി ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറെ ചില സമ്പ്രദായങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ മരണപ്പെട്ട ഏതെങ്കിലും ഒരു കാരണം ഒരു വ്യക്തി ഈ മരണത്തിന് ശേഷം ഈ പ്രേതാവസ്ഥയിൽ നിന്ന് പിതൃവസ്ഥയ്ക്ക് ഉയരാത്ത ആളുകളുണ്ടാവും. എന്ന് വെച്ചാൽ ഒരാൾ മരണപ്പെടുന്നു, അതിനുശേഷം അയാൾ പ്രേതാവസ്ഥയിലേക്ക് പോകുന്നു. പ്രേതാവസ്ഥയിൽ നിന്ന് അയാൾ പിതൃ അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് അയാൾക്ക് ബലിയൊക്കെ കൊടുക്കുക. പിതൃ അവസ്ഥയിലെ ഒരാൾക്ക് ബലി സ്വീകരിക്കാൻ കഴിയുള്ളൂ, പ്രേതാവസ്ഥയിൽ ബലി സ്വീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ചില ആളുകൾ വർഷങ്ങളായിട്ടും ഈ പിതൃ അവസ്ഥയ്ക്ക് ഉയരാത്ത ആളുകളുണ്ടാവും. അത് നമ്മുടെ അടുത്ത ബന്ധുവായിരിക്കും. അപ്പോൾ ഇത് കുടുംബത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കാരണം അയാൾ ആ പിതൃ അവസ്ഥയ്ക്ക് എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ 2-3 വിധത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യും. ഒന്ന് ഉച്ചാടനം ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ തമ്മിൽ ഈ പരസ്പര ബന്ധമുള്ള ആളുകളാകുമ്പോൾ അപ്പനോ അപ്പൂപ്പനോ അമ്മായിയൊക്കെ ആകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് അടിച്ചോടിക്കാൻ പറ്റില്ലല്ലോ, അത് പറ്റില്ല. പിന്നെ ആവാഹിച്ച് വേറെ ഏതെങ്കിലും പ്രതിമ എവിടെയെങ്കിലും കൊണ്ടുപോയി അതും പറ്റില്ല. പിന്നെ ചെയ്യാനുള്ള ഒരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേവതയോട് യോഗം ചേർത്തിരുത്തും. അതായത് ആ പ്രേതകലയെ ഈ പറയുന്ന കുലദേവതയുടെ കലകളുമായിട്ട് യോഗം ചേർത്ത് ഒരു ദേവതാ സ്വഭാവത്തോട് കൂടിയിട്ട് പ്രතිരുത്തും ദേവതയെ, അല്ല ഈ കാരണവരെ. അപ്പോൾ അവർ ഒരു പ്രേതാവസ്ഥ എന്ന് മാറിയിട്ട് ഒരു ദേവതയുടെ ഒരു നിഗ്രഹ ശേഷിയുള്ളൊരു ദേവതയ്ക്കൊപ്പം തന്നെ നിർത്താവുന്ന ഒരു ശക്തിയായിട്ട് മാറും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഗുരുമുത്തപ്പനെ ആരാധിക്കും, കുലദേവതയെ ആരാധിക്കും, ഇവരെ ആരാധിക്കും. ഇത് ചിലപ്പോൾ നമ്മളെ നിയറസ്റ്റൊക്കെ ആയിരിക്കും, ഒരു മുത്തശ്ശിയൊക്കെ ആയിരിക്കും, നമ്മുടെ നേരെ ഒരു മുത്തശ്ശിയൊക്കെ ആയിരിക്കും. പക്ഷെ മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം മുത്തശ്ശി ആ പിതൃവസ്ഥയ്ക്ക് എത്തിയാൽ മാത്രമേ ബലി സ്വീകരിക്കാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അറിയാൻ പറ്റും. നിരന്തരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ പലവിധമായിട്ട്, അതാണ് ഞാൻ നേരത്തെ ആസ്ട്രോളജിയുടെ കാര്യം പറഞ്ഞു. അതൊക്കെയാണ് പ്രശ്നചിന്തയിൽ കൂടെ. ഇപ്പോൾ ഉദാഹരണം പറയുക, ആദ്യമേ നമ്മളെല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ആസ്ട്രോളജി എന്ന് പറയുമ്പോൾ നമ്മളൊരാളുടെ അടുത്ത് ആദ്യം കവടി പ്രശ്നം വയ്ക്കുന്നു. അങ്ങനെയല്ല. ഇപ്പം ഞാൻ ഒക്കെ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആദ്യമേ അയാളിപ്പോൾ നിലവിലെ അയാളുടെ ദശാകാലം ഏതാ നോക്കും. ഉദാഹരണം മനസ്സിലായില്ലേ, വ്യാഴദശയാണോ ശനി ദശ ഏതാണോ. അപ്പോൾ ആ ദശാനാഥനായൊക്കെ അനുകൂലമാണെങ്കിൽ അപഹാരം നടക്കും. ദശയിൽ മറ്റൊരു ഗ്രഹത്തിൻ്റെ അപഹാര കാലഘട്ടം നടക്കും. ഇപ്പോൾ ഒരു 16 വർഷത്തെ ഇപ്പോൾ വ്യാഴദശയിൽ ആദ്യത്തെ 2 വർഷം വ്യാഴത്തിൻ്റെ തന്നെ അപഹാരം ഉണ്ടാവും, അതിന് അടുത്ത ഗ്രഹം അങ്ങനെ. അപ്പോൾ അപഹാരം ഇയാൾക്ക് അനുകൂലമാണോ നോക്കും. ഇല്ലെങ്കിൽ പിന്നെ ഗോചരഫലം നോക്കും. ഗോചരഫലം എന്ന് വെച്ചാൽ ഗ്രഹങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ഈ 12 രാശിയിൽ പറയില്ലേ. ഇപ്പോൾ ശനി ഇപ്പോഴകാലം എന്നൊക്കെ പറയുമല്ലോ. ഇപ്പോൾ കണ്ടകശനി മൃഗശനി, ഇപ്പോൾ കണ്ടകശനി 8 ഇപ്പോൾ 4-ലും 7-ലൊക്കെ ശനി അല്ലെങ്കിൽ വരുമ്പോൾ കണ്ടകശനി എന്ന് പറയുന്നത്, 8-ൽ വരുമ്പോഴാണ് അഷ്ടമശനി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടോ നോക്കും. ജാതകപ്രകാരം ഒരു വിധത്തിലും ഇദ്ദേഹത്തിനൊരു പ്രശ്നങ്ങളും കാണാനില്ല, എന്നാൽ അദ്ദേഹത്തിന് ജീവിതത്തിൽ സുഖമില്ല. ഇത് രണ്ടും വൈരുദ്ധ്യം വരുമ്പോൾ മാത്രമേ നമ്മൾ കവടി പ്രശ്നം അല്ലെങ്കിൽ രാശി പ്രശ്നം വെച്ച് നോക്കേണ്ട ആവശ്യമുള്ളൂ. എന്ന് വെച്ചാൽ ഒരാളുടെ ജാതകപ്രകാരം അയാൾക്കിപ്പോൾ അനുകൂല സമയമായിരിക്കെ അയാൾക്ക് പ്രതികൂല അനുഭവങ്ങളാണുള്ളതെങ്കിൽ, മനസ്സിലായോ, സമയം നല്ലതാണ്, അയാൾക്കിപ്പോൾ നല്ല അനുഭവങ്ങൾ വന്ന് കാണണം, എന്നാൽ അയാൾക്ക് പ്രതികൂലമായിട്ടാണ് ജീവിതം പോണത്.
അപ്പോൾ ഇത് എന്ത് എന്നുള്ളത് അറിയാൻ മാത്രമേ നമ്മൾ പ്രശ്നം വെച്ച് നോക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത പക്ഷം നോക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ഗ്രഹനില നോക്കിയാൽ തന്നെ ഒരാളുടെ ജാതകത്തിലെ പ്രധാന ഒരു 90% കാര്യങ്ങൾ മനസ്സിലാവും. അവിടെ നിന്നും അത് വൈരുദ്ധ്യം വരുമ്പോൾ മാത്രമാണ് താൽക്കാലിക പ്രശ്നങ്ങൾ എന്താണെന്ന് അവിടെ ഈ രാശി പ്രശ്നത്തിലെ ബാധ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചേച്ചി ചോദിച്ചത് എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരാളിങ്ങനെ വന്നു, എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അയാളെ ദശ നോക്കി അനുകൂലമാണ്, അയാളുടെ അപഹാരം നോക്കി പ്രശ്നമില്ല, ഗോചരഫലം നോക്കി ഒരു പ്രശ്നമില്ല, എന്നാൽ അങ്ങനെ പ്രശ്നങ്ങൾ കാണാനും ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രശ്നം വെച്ച് നോക്കും. ആ പ്രശ്നത്തിൽ ഇതുപോലെ ബാധകളുണ്ടോ, സർപ്പദോഷമുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഭിചാരദോഷം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെയാണ് അതാര്, അതേത്, ഈ ബാധയുടെ സ്വഭാവം എന്തെന്നൊക്കെ നോക്കാൻ നമുക്ക് മനസ്സിലാവും. അത് പൂർവികനാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്താ ആഭിചാരം കൊണ്ടാണോ എന്നൊക്കെ അറിയാൻ പറ്റും. അല്ലാതൊക്കെ കവടി നിർത്തുമ്പോൾ കവടി പ്രശ്നത്തിലൂടെയാണ് മനസ്സിലാക്കുക. കവടി പ്രശ്നത്തിലൂടെയാണ് മനസ്സിലാക്കുക. അത് സ്പെസിഫിക് ആയിട്ട് അതിന് കുറച്ച് രീതികളുണ്ട്. ഇപ്പോൾ സാധാരണ അതിന് ഇപ്പോൾ കവടി പ്രശ്നം തന്നെ പല തലത്തിലുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും അങ്ങനെ ഇന്ന കാരണം കൊണ്ടാണെന്ന്. അപ്പോൾ പിന്നെ അതിനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഇപ്പോൾ ചേച്ചിക്കെതിരെ ഒരു ആഭിചാരം ചെയ്തു. അപ്പോൾ ഒരു മൂർത്തി അല്ലെങ്കിൽ ഒരു ദേവത ചേച്ചിക്ക് ബാധയായിട്ട് നിൽക്കുകയാണ്. ഏതോ ഒരു ബാധയായിട്ട് നിൽക്കുക. ആ ബാധയുമായിട്ട് ചേച്ചിക്ക് ഒരു പൂർവിക ബന്ധമൊന്നുമില്ല. അത് ചേച്ചിയുടെ ആരുമല്ല. ആരോ അയച്ചതാണെങ്കിൽ അതിന് ഉച്ചടിച്ച് കളയാം, ഉച്ചാടനം ചെയ്ത് കളയാം, എന്ന് വെച്ചാൽ ഓടിക്കാം. നമ്മളൊക്കെ അതിനായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. പക്ഷെ ഇത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു പൂർവികനാണ്. നമുക്ക് ആ പൂർവികൻ പ്രേതാവസ്ഥയിൽ നിന്നിട്ട് നമുക്ക് ബാധയായിട്ട് വരികയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അദ്ദേഹമായിട്ട് ആ ഒരു ബന്ധമുണ്ട്, പൂർവിക ബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും കൂടി ഇടമാണത്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഉച്ചടിച്ച് കളയാൻ പറ്റില്ലല്ലോ. കാരണം അവനവൻ്റെ മുത്തശ്ശിയോ അല്ലെങ്കിൽ മുത്തശ്ശനൊക്കെ ആണല്ലോ, അല്ലെങ്കിൽ അമ്മാവനാണ്, നമുക്ക് അടിച്ചോടിക്കാൻ പറ്റില്ല. അപ്പം ചെയ്യാൻ പറ്റുന്ന യോഗം ചെയ്തിരുത്തുക. നമ്മളെ സംരക്ഷിക്കാൻ ഇരുത്തിയ ദേവത ഉണ്ടല്ലോ, ആ ദേവതയോട് ചേർത്തിരുത്തുക. ഉപാസന എന്ന് നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ ഇവരെ ആ ഒരു ദേവതയോട് ചേർത്തിരുത്തും. ഇവർക്ക് നിഗ്രഹാനുഗ്രഹ ശേഷി ഉണ്ടാവും, നമ്മളെ അനുഗ്രഹിക്കാൻ ഉള്ള ശേഷി ഉണ്ടാവും. അങ്ങനെയാണ് കണ്ടുവരാറുള്ളത്. അങ്ങനെ ഇത് വലിയൊരു വിഷയമാണ് ചേച്ചി. നമുക്ക് പെട്ടെന്ന് ഇതിപ്പോൾ എനിക്ക് തന്നെ ഒന്ന് പറഞ്ഞ് അത് എത്തിപ്പെടാൻ പറ്റുന്നില്ല ഓരോ മേഖലയ്ക്ക്. അല്ല, ഇതിപ്പോ ഒരു വിഷയം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷയം തന്നെയല്ലല്ലോ പറയുന്നത്. ഇത് തന്നെയാണ് പല വിഷയങ്ങളിലേക്കും വരും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതായത് നമ്മൾ ഈ ജ്യോതിഷവും മന്ത്രം തന്ത്രം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പം തന്നെ നമ്മൾ ഈ ജ്യോതിഷ സംബന്ധമായ ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ അവസാനം എത്തി നിൽക്കുക നമ്മൾ തന്ത്രത്തിലോ മന്ത്രത്തിലോ. ഇപ്പം നമ്മൾ കവടി പ്രശ്നത്തിനെ വെച്ച് ചോദിച്ചപ്പോൾ നേരെ നമ്മൾ ഉച്ചാടിക്കുന്ന കാര്യം ആവാഹിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് തന്ത്രമാണ്, മാന്ത്രികമാണ്. ഇത് തുടങ്ങിയത് ഇതാണ്. ഇങ്ങനെയാണ് ഈ 3 കാര്യങ്ങളും എൻ്റെ അഭിപ്രായത്തിൽ. ഇത് 3 കാര്യങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നു. ശരിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓരോന്നും ഓരോരുത്തരും ഇപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ കലങ്ങളും ഒരാളിൽ ഉണ്ടായിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ആസ്ട്രോളജി പഠിച്ചൊരു ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആൾക്ക് തന്നെ തന്ത്രം അറിയായിരുന്നു, അദ്ദേഹത്തിന് തന്നെ മാന്ത്രിക വിദ്യ അറിയായിരുന്നു, അദ്ദേഹത്തിന് തന്നെ കളരി അറിയായിരുന്നു, അദ്ദേഹത്തിന് തന്നെ ആ കളരി ദേവതയായിട്ട് ബന്ധപ്പെട്ട സകല അറിവുകളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ അതിലെന്തെങ്കിലും അപകടം വന്നാൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള തിരുമല ഒഴിച്ചിലും ഉൾപ്പെടെയുള്ള മർമ്മവിദ്യകളും ചികിത്സാരീതികളും അദ്ദേഹം വൈദ്യനുമായിരുന്നു. അദ്ദേഹത്തിന് വേദത്തിലും പാണ്ഡിത്യം ഉണ്ടായിരുന്നു, അദ്ദേഹം തത്വജ്ഞാനിയായിരുന്നു, എല്ലാമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഓരോരുത്തരും ഓരോന്നാണ്. ഇപ്പം ഒരാൾ ജ്യോത്സ്യൻ, അയാൾ കഴിഞ്ഞ് അടുത്ത തന്ത്രിയെ അടുത്തേക്ക് വിടും. അയാളെടുത്ത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല, മാന്ത്രികൻ്റെ അടുത്തേക്ക് വിടും. ഇന്ന് ഓരോരുത്തരും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ എന്താണ് അസുഖം, ഇന്നാണ് ഫാറ്റി ലിവർ, ഓക്കെ. അത് കഴിഞ്ഞ് അടുത്ത ഡയറ്റീഷ്യൻ്റെ അടുത്തേക്ക് പോകണം. എന്താ കഴിക്കേണ്ടാത്തെന്ന് ഈ ഡോക്ടർക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, അതിന് ഡയറ്റീഷ്യനെ കാണണം. അത് കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും വേറെ ഉണ്ടെങ്കിൽ അതിന് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് വേറെ പോകണം. പണ്ട് അങ്ങനെയല്ല. ഒരു കളരി ആചാര്യൻ, ഒരു ഗുരുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജ്യോതിഷം അറിയാം, തന്ത്രം അറിയാം, മാന്ത്രിക വിദ്യ അറിയാം, കളരി ആയോധന കല അറിയാം, ഉഴിച്ചിൽ പോലുള്ള മർമ്മ ചികിത്സ അറിയാം, വൈദ്യം അറിയാം, വേദം അറിയാം, സകലതും അറിയാം. വിവിധങ്ങളായ വിദ്യകളെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. വിവിധങ്ങളായ വിദ്യ, ഒരു വിദ്യ മാത്രമല്ല, എല്ലാ വിദ്യകളും അവരിൽ ഉണ്ടായിരുന്നു. ഇന്ന് ഓരോന്നും കുറേശ്ശെ നമ്മളൊരു വിവരം കിട്ടണമെങ്കിൽ ഒരുപാട് കറങ്ങണം. അതാണ് പ്രത്യേകത. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഈ ജ്യോതിശാസ്ത്രം എങ്ങനെ പോയാലും ഇനിയിപ്പോൾ ആദ്യം പഠിക്കണത് തന്ത്രാന്നിരിക്കട്ടെ, ജ്യോതിഷം പഠിക്കേണ്ടി വരും. അങ്ങനെ ഇയാൾ ചെയ്യുന്ന ക്രിയ എപ്പോൾ ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം, എന്ന് ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിന് നോക്കണ്ടേ, വേണം. അപ്പോൾ ജ്യോതിഷം പഠിക്കേണ്ടി വരും. ഇനി മാന്ത്രികമാണെങ്കിൽ ഏത് തിഥിയിൽ ചെയ്ത ഇപ്പോൾ ഒരു വശ്യകർമ്മം ചെയ്യണം,
വശ്യകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ സെപ്പറേറ്റഡ് ആണ്, അവരെ ഒന്ന് സ്നേഹിച്ച് ഒരുമിച്ച് കൊണ്ടുപോകണം. ഇതൊക്കെയാണ് വശ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വശ്യം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും. അപ്പോൾ അതിന് ഏത് സമയത്ത് ചെയ്താൽ അത് ഏൽക്കും? രാത്രിയാണോ? അത് ഏത് തിഥിയിൽ, ഏത് സമയത്ത്? ജ്യോത്സ്യം വേണം. അപ്പോൾ എങ്ങനെ പോയാലും ജ്യോത്സ്യത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്ത്രത്തിലോ മന്ത്രത്തിലോ എത്തി നിൽക്കും. മാന്ത്രിക വിദ്യയിലോ തന്ത്രത്തിൽ നിന്നോ ചിന്തിക്കുമ്പോൾ ജ്യോത്സ്യത്തിലെത്തി നിൽക്കും. അങ്ങനെയാണ്. മൂന്നും അത്യാവശ്യമാണ്. ഒരു ഈ വിദ്യ, ഈ മറ്റ് 2 വിദ്യകളും ഇല്ലാതെ ഈ വിദ്യ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതിലൊരു സംശയമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിയല്ല. കാരണം ഒരാൾ ജ്യോത്സ്യനാണെങ്കിൽ, ജ്യോത്സ്യം കൈകാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ ഉറപ്പായിട്ടും ഒരു അത്യാവശ്യ ബേസിക് ആയിട്ടുള്ള ജ്ഞാനം ഇപ്പുറത്തെയും ഇതര വിഷയങ്ങളിൽ വേണം, തിരിച്ചും വേണം. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. മാന്ത്രികവും പൂജയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, മാന്ത്രികം എന്ന് പറയുന്നത് ഇപ്പോൾ മന്ത്രത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു വിധി. പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ദേവതയെ നമ്മൾ യഥാവിധം ഉപചാരങ്ങൾ കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നതിനാണ് പൂജ എന്ന് പറയുക. ഇപ്പോൾ പഞ്ചോപചാരങ്ങൾ, ഇപ്പോൾ നമ്മൾ 5 ഉപചാരങ്ങൾ, പഞ്ചമൂർത്തി ബന്ധം, ഇപ്പോൾ അങ്ങനെ നമ്മൾ ഉപചാരങ്ങൾക്ക് അനുസരിച്ചാണ്. അതായത് ഒരു ദേവതയെ നമ്മൾ വിളിച്ചു വരുത്തി, അത് ചിലപ്പോൾ ഒരു വിഗ്രഹത്തിലാവാം, പീഠത്തിലാവാം, ഒരു വിളക്കിലാവാം. നമ്മൾ വീടുകളിലൊക്കെ ഗണപതി ഹോമം ചെയ്യുമ്പോൾ ഒരു വിളക്ക് ഒരു അഗ്നിയിലേക്ക്, ഒരു ദേവത അല്ലെങ്കിൽ നാളികേരത്തിലേക്കായിരിക്കും പീഠം. അതെങ്ങനെയാണെങ്കിലും ഒരു ദേവതയെ വിളിച്ചു വരുത്തി ഉപചാരങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോ. അതിപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, ഇരിപ്പിടം കൊടുക്കുക, പിന്നെ മറ്റ് സംഗീതം കൊണ്ടും പിന്നെ നൃത്തം കൊണ്ടൊക്കെ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുക, അല്ലെ? ഇതാണ് ഉപചാരങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില സമ്പ്രദായത്തിൽ അത് 5 ഉപചാരങ്ങളാണ് കൊടുക്കുക, പഞ്ചോപചാരങ്ങൾ എന്ന് പറയും. ഇപ്പം നമ്മൾ ജലം, ഗന്ധം, പുഷ്പം, ദീപം, ധൂപം എന്നൊക്കെ പറയുന്ന അത് 5 ഉപചാരങ്ങൾ. ചില സമ്പ്രദായത്തിൽ 36 ഉപചാരങ്ങൾ, ചില 64 ഉപചാരങ്ങളൊക്കെ ഉള്ള പൂജകളുണ്ട്. ദേവതകളുടെ സ്വഭാവം, ഭാവം ഒക്കെ അനുസരിച്ച് വ്യത്യാസം, സമ്പ്രദായം അനുസരിച്ചും. ഇപ്പോൾ വൈദിക പൂജ, ഇപ്പോൾ ദക്ഷിണാചാരം, വാമാചാരം, സമയാചാരം, കൗളാചാരം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കൗളാചാരം ഒക്കെ നമ്മൾ ഈ ഇതിലൊക്കെ വരുന്ന ഭാഗങ്ങൾ. അപ്പോൾ കൗളാചാരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ പഞ്ചമകാരങ്ങളെ കൊണ്ടൊക്കെയാണ് പൂജ കൊടുക്കുക. എന്ന് വെച്ചാൽ മദ്യം, മാംസമൊക്കെ ഉണ്ടാവും. നമ്മൾ കണ്ടിട്ടില്ലേ ചില, എനിക്ക് ഇപ്പം ഞാൻ കടക്കണില്ല, പക്ഷെ പറയാം ജനറലായിട്ട്. ഉപചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളെ കൊടുക്കുന്നതിനാണ് ഉപചാരങ്ങൾ. അപ്പോൾ പഞ്ചോപചാരങ്ങൾ കൊണ്ടും ഏറ്റവും ചുരുങ്ങിയ ഉപചാരം പഞ്ചോപചാരമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് 64 ഉപചാരം വരെയുള്ള പൂജകളുണ്ട്. എന്നിട്ട് ആ ദേവതയെ തൃപ്തിപ്പെടുത്തി നമുക്ക് അനുകൂലമാക്കി നമ്മളുടെ കാര്യങ്ങൾ സുഖമായിട്ട് പോകത്തക്ക വിധത്തിൽ ആ ഒരു അനുഗ്രഹ കലയെ സ്വീകരിക്കുന്നതിനാണ് പൂജ എന്ന് പറയുന്നത്. സാധാരണ പൂജ ക്ഷേത്രത്തിലായാലും വീട്ടിലായാലും. ഇപ്പോൾ ഗണപതി ഹോമമാണെങ്കിൽ ഗണപതിയെ ആവാഹിച്ച് അദ്ദേഹത്തിന് വേണ്ട ഉപചാരങ്ങൾ നമ്മളിൽ നിന്ന് കൊടുത്ത് തിരിച്ച് അദ്ദേഹത്തിന് അനുഗ്രഹ കലയെ ഇങ്ങോട്ട് വാങ്ങുന്ന പരിപാടി. ഏത്? ഈ പൂജ. അത് ഗണപതി ഹോമമാവട്ടെ, ഭഗവത് സേവയൊക്കെ അങ്ങനെ തന്നെ. മാന്ത്രിക വിദ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളുടെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഉപാസനാ ദേവതയെ നമ്മൾ പ്രത്യേക ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തി ആ കാര്യത്തിനെ സാധിപ്പിച്ച് തിരിച്ചുവിടുന്നതാണ് മാന്ത്രിക പൂജ. അത് നിത്യം ചെയ്യുന്നത്. ഇപ്പോൾ ഈ പൂജ എല്ലാ ദിവസവും ചെയ്തോണം. ഇപ്പോൾ ക്ഷേത്രത്തിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിലൊരു നിത്യം ചെയ്യും, അല്ല ക്ഷേത്രപൂജ ആയിക്കോട്ടെ, അപ്പോൾ ആ മൂർത്തിയെ ദിവസം പൂജിക്കണമല്ലോ. രാവിലെ മുതൽ സന്ധ്യാകാലം വരെയുള്ള വിവിധങ്ങളായ പൂജ ചെയ്ത് ആ ദേവതയെ എല്ലാ ദിവസവും മാറ്റമൊന്നുമില്ല. ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല, അത് നിത്യസുഖത്തിന് വേണ്ടിയിട്ടാണ്. നിത്യമായ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രങ്ങളിലാവട്ടെ മറ്റേ നമ്മൾ പൂജകൾ ചെയ്യുന്നത്. ഇതല്ല, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് പ്രത്യേക രീതിയിൽ അതിൻ്റെതായ രീതികളുണ്ട്. ഇപ്പോൾ ആവാഹനം എന്ന് പറയുന്നത്, നമ്മൾ ആവാഹനം എന്ന് പറയുമ്പോൾ ചില ആൾ പറയുന്ന, ഇപ്പോൾ ഇന്നാളൊരു ഇപ്പോൾ ന്യൂസ് ചാനൽ ഇതിൻ്റെ ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരാൾ ഒരു വിഡ്ഢി പറയണ കേട്ടു, നിങ്ങൾക്ക് അത്ര ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ദേവത എപ്പോഴും കൊണ്ടുവന്ന് കാണിക്കുന്നു. കാരണം അത് ഏറ്റവും മണ്ടത്തരാണ്. കാരണം ഓരോ ദേവതയും ആവാഹിക്കാൻ അതിൻ്റെതായ സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കണം. ഇപ്പം നമ്മൾ ഇവിടെ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നു, ഇതിന് ഈ ലൈറ്റ്, മൈക്ക്, ക്യാമറ തുടങ്ങിയ വിവിധങ്ങളായ സാഹചര്യങ്ങൾ ഒരുങ്ങിയപ്പോൾ ഇത് പോഡ്കാസ്റ്റ് ഉള്ളൂ. ഇല്ലെങ്കിൽ ഇത് വായുവിലേക്കും, ഇതിന് ശേഷിപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ആവാഹനം എന്ന് പറയുന്നത് വളരെ എല്ലാവർക്കും അറിയാവുന്നൊരു വിദ്യയാണ്. പക്ഷെ നമുക്ക് എല്ലാത്തിനെയും ആവാഹിക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉറുമ്പിനെ ആവാഹിക്കാൻ ചേച്ചിക്ക് ഇടക്ക് അറിയായിരിക്കും. കുറച്ച് പഞ്ചസാര കതറിയിട്ടാൽ കുറച്ച് ഉറുമ്പ് വരും. ശരിയല്ലേ? പാറ്റയെ ഈയാമ്പാറ്റയെ ആവാഹിക്കാൻ നമുക്കറിയാം, ഒരു വിളക്ക് വെച്ച് ഈയാമ്പാറ്റ വരും. മറ്റുള്ളവർക്ക് അതിനപ്പുറത്തുള്ള തലങ്ങളിലേക്കും ആവാഹിക്കാൻ ശേഷിയുണ്ടെന്ന് മാത്രം. ആവാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിയാവട്ടെ, ഒരു ചൈതന്യമാവട്ടെ, അതിനെ കൊണ്ടുവരാൻ അനുകൂലമായ സാഹചര്യങ്ങളെ സൃഷ്ടിച്ചാൽ മാത്രം മതിയെ വരും. ഈ പഞ്ചസാര വിതരണ പോലെ
അതിന് അനുകൂല സാഹചര്യം വരുമ്പോൾ അത് വന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ പറയും ഇവിടെ ഒന്നും പൊടിയൊന്നും ഇല്ലയെന്ന് പറയും. നമ്മൾ ലൈറ്റ് അടിക്കുക, ആ ലൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ ചെറിയ ധൂളി പൊടി പടലങ്ങൾ ഉണ്ടാവും. ഇപ്പം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അത് കാണുന്നില്ല എന്ന് വെച്ചാൽ ഇവിടെ പൊടിയില്ല എന്ന് അർത്ഥമില്ല. ആ പൊടിയെ കാണത്തക്ക വിധത്തിലുള്ള സാഹചര്യം അവിടെ സൃഷ്ടിച്ചപ്പോൾ ആ പൊടിയെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ അങ്ങനെ ആവാഹിച്ച ഒരു കാര്യം നടത്തിച്ച് തിരിച്ചു വിടുക. അതോടുകൂടി ആ താൽക്കാലികമായിട്ട് ആ മൂർത്തിയായിട്ട് ബന്ധം തീർന്നു. ഈ കാര്യം നേടാനുള്ള ആൾക്ക് തീർന്നു. മാന്ത്രികന് തീർന്നിട്ടില്ല. മാന്ത്രികന്റെ ഉപാസന ദേവതയാണ്. അല്ല ആരെങ്കിലും വിളിച്ച ദേവത വരൂ? മാന്ത്രികന്റെ ഇപ്പം എൻ്റെ ഉപാസന ദേവതയെ എങ്ങനെ വിളിച്ചു വരുത്തണമെന്ന് എങ്ങനെ കാര്യം സാധിപ്പിക്കണമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ആർക്ക് വേണ്ടിയാണോ അത് സാധിപ്പിക്കണം അയാൾക്ക് പിന്നെ ആ ദേവതയായിട്ട് കർമ്മപ്രാരാബ്ദം ഇല്ല. എനിക്കുണ്ട്. ഞാനാണ് വിളിച്ചു വരുത്തിയത്, ഞാനാണ് സാധിപ്പിച്ചത്. അതിൻ്റെ ഗുണഭോക്താവ് അയാളാണെങ്കിലും ഈ ദേവതയുമായിട്ട് അയാൾക്ക് കർമ്മപ്രാരാബ്ദം ഇല്ല. അയാൾ പിന്നീട് അങ്ങോട്ട് ആ ദേവതയായിട്ട് ഉപാസന കൊണ്ടുപോകണമെന്നോ പിന്നെ പൂജിക്കണമെന്നോ നിർബന്ധമില്ല. ഇവിടെ പൂജ അങ്ങനെയല്ല. നമ്മളൊരു ഒരു എന്താ പറയുക, വിഗ്രഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതോ കൊണ്ടുവന്ന് നമ്മൾ നിത്യം പൂജ ചെയ്താൽ അത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളത് മുടക്കുമ്പോൾ അത് ബാധയായിട്ട് വരും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പൂജയ്ക്ക് ദേവതയുമായിട്ടുള്ള നിരന്തര ബന്ധവും ഉപചാരങ്ങൾ കൊടുക്കൽ വാങ്ങലുകളും ഉണ്ട്. മാന്ത്രിക പൂജയിൽ ഒരു പ്രസ്തുത കാര്യം സാധിപ്പിക്കാൻ വേണ്ടി താൽക്കാലികമായിട്ടുള്ള ആ നിമിഷത്തെ ബന്ധമേ ഗുണഭോക്താവിന് ദേവതയായിട്ടുള്ളൂ. മാന്ത്രികന് നിരന്തരം ബന്ധമുണ്ടാവും. അതാണ് മാന്ത്രിക പൂജയും തമ്മിലുള്ള വ്യത്യാസം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു ഭഗവതി കുലദേവതയായിട്ട് ആചരിച്ചു പോരുന്നുണ്ട്. കൊടുങ്ങല്ലൂരമ്മയാണെന്നാണ് അവരത് പറയുന്നത്. അപ്പോൾ അത് ആ കൊടുങ്ങല്ലൂരമ്മ തന്നെയായിരിക്കുമോ ഇവരുടെ പരദേവതയായിരിക്കുമോ? അത് മനസ്സിലായി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൂർവികർ കൊണ്ടുവന്ന് നമ്മൾ കണ്ടുപിടിച്ച് പ്രതിഷ്ഠിച്ചാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ആ കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യത്തിൻ്റെ കലകളായിരിക്കും മറ്റു രൂപേണ അദ്ദേഹം കൊണ്ടുവന്ന് ഗ്രഹത്തിൽ. പക്ഷേ അതിൽ വ്യത്യാസം നമ്മൾ ഫിൽട്ടർ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരമ്മ ഇരിക്കുന്നത് ആ ഒരു ദേശവാസികൾക്കൊക്കെ സംരക്ഷണം നൽകത്തക്ക വിധത്തിലുള്ള ആ ഒരു ഭാവത്തിലായിരിക്കും ഇരിക്കുക. നമ്മളെ വീട്ടിൽ അത്രയും വേണ്ട. അപ്പോൾ അത് പൂർണ്ണമായിട്ട് കൊടുങ്ങല്ലൂർ അമ്മയാണോ എന്ന് ചോദിച്ചാൽ കടലിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് നമ്മൾ ഗംഗാജലം കൊണ്ടില്ലേ, നമ്മൾ ഗംഗാജലം ഒരു ചെറിയ പണ്ടൊക്കെ ഇവിടെ കാശി പോകുന്ന ആളുകൾ ഗംഗാജലത്തിനെ ചെറിയൊരു ബോട്ടിലാക്കി കൊണ്ടുവന്ന് നമ്മളെ വീട്ടിൽ വെക്കും. ഇത് ഗംഗാജലം എന്ന് പറയും. ഇതാണോ ഗംഗ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ഇത് ഗംഗാജലമാണോന്ന് വെച്ചാൽ ഇത് ഗംഗാജലം തന്നെ. എന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ അമ്മയാണോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ അമ്മയാവുന്ന കടലിൽ നിന്ന് എടുത്ത ഒരു അല്പം ജലം, ഒരു അല്പം ആ ചൈതന്യത്തിൻ്റെ ചെറിയ കലകളെ നമുക്ക് വേണ്ടുന്ന അത്രയും വേണ്ടു. അതിന് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അതിന് കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യത്തിൻ്റെ സ്വഭാവം ഉണ്ട്. പക്ഷെ എന്നാൽ പൂർണ്ണമായിട്ടും ആ ക്ഷേത്രത്തിലിരിക്കുന്ന മൂർത്തിയുടെ പൂർണ്ണമായ കലകൾ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അങ്ങനെ ഒരുപാട് ഇപ്പോൾ നമ്മുടെ തിരുപ്പതി വെങ്കടാചലപതി ധർമ്മദൈവമായിട്ടുള്ള ബ്രാഹ്മണ കുടുംബങ്ങളുണ്ട്. അത് ആ തിരുപ്പതിയിലിരിക്കുന്ന മൂർത്തിയാണോ എന്ന് വെച്ചാൽ അല്ല, അതേ അല്ലേന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ അതിൻ്റെ ഭാവത്തിലും അതിൻ്റെ ചൈതന്യത്തിലും വ്യത്യാസം ഉണ്ടാവും. മഹാക്ഷേത്രങ്ങളിലെ ചൈതന്യത്തിൽ ഒരിക്കലും ഇപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഒരു വിഗ്രഹം മേടിച്ചിട്ട് ഗുരുവായൂരപ്പൻ്റെ അതേ വിഗ്രഹത്തിനെ മേടിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ അല്ലേന്ന് ചോദിച്ചാൽ ഇത് ആരാന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഗുരുവായൂരപ്പൻ. ഗുരുവായൂർ അകത്തിരിക്കുന്ന ആളാരാ? ഗുരുവായൂരപ്പൻ. വ്യത്യാസമുണ്ടോ? ഇവിടെ നമ്മൾ തൊഴുമ്പോൾ ആ ഒരു ചൈതന്യം ഇതാണെന്നും ഒരേ ആൾ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മൾ അകത്ത് കയറി തൊഴുമ്പോൾ അതാണെന്നും എന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടല്ലോ. അവിടെ എത്തുമ്പോൾ ഇവിടെ കാണുന്ന നമ്മൾ നിസാരവൽക്കരണം എന്നല്ല ഞാൻ പറയാം, നമ്മൾ എങ്കിലും അവിടെ കാണുന്ന അത്രയും ഒരു നിഷ്ഠയോട് കൂടിയിട്ടായിരിക്കില്ല നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ അവിടെ ഒരു പൊടി ഇരുന്നാൽ നമ്മൾ മൊത്തം തൂത്ത് കൊടുക്കും. നമുക്ക് അവിടെ ശ്രീകോവില ചെയ്യാൻ പറ്റില്ലല്ലോ. ആ വ്യത്യാസമുണ്ട്. രണ്ടും ഗുരുവായൂരപ്പൻ. പക്ഷെ ഇത് നമ്മുടെ ഗുരുവായൂരപ്പൻ, അത് ക്ഷേത്രത്തിലിരിക്കും ഗുരുവായൂരപ്പൻ, എല്ലാവരുടെയും കൂടി ഗുരുവായൂരപ്പൻ. അതാണ് അതിൻ്റെ കാര്യം. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയും ഒരു 1,00,000 ആളുണ്ടെങ്കിൽ 1,00,000 കൃഷ്ണന്മാരുണ്ട്. ചേച്ചിയുടെ കണ്ണിലെ കൃഷ്ണ സങ്കല്പമല്ല എൻ്റെ കണ്ണിലെ കൃഷ്ണ സങ്കല്പം. അപ്പോൾ നമ്മുടെ കൃഷ്ണൻ നമ്മുടെ മാത്രം കൃഷ്ണൻ, അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കൂടി കൃഷ്ണൻ. അതാണ് അതിൻ്റെ രീതി. ഇപ്പോൾ നമ്മുടെ അമ്പലത്തിൽ പുതിയാട് അമ്പലത്തിൽ പൂർണ്ണത്രേശൻ ഇരിക്കുന്നുണ്ട്. പൂർണ്ണത്രയാണ് പൂർണ്ണത്രേശൻ എന്ന് പറഞ്ഞു. അതെ, അത് സെയിം അതേ കാര്യം തന്നെ. അതിൻ്റെ ഒരു ചൈതന്യത്തിന് എന്തെങ്കിലും ആവശ്യം, ഇപ്പോൾ വെറുതെ ഒരു മൂർത്തി ഒരു സ്ഥലത്ത് വെക്കില്ല.
ഉറപ്പായിട്ടും ആചാര്യന്മാർ അതിനൊരു ഇപ്പോൾ എത്രയോ മൂർത്തികളുണ്ട് ഇപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ. പൂർണ്ണത്രയീശനെ തന്നെ വെക്കണം, അപ്പുറത്ത് ശാസ്താവും ഗണപതിയല്ലേ. അതെ 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 അതെ, അവിടെ പൂർണ്ണത്രയീശനുണ്ട്. അപ്പൊ അവിടെ ആ ഒരു പൂർണ്ണത്രയീശൻ ഭാവത്തിൽ തന്നെ, ആ സങ്കല്പത്തിൽ തന്നെ ആ മൂർത്തിയെ വെച്ചതിനൊരു ഉദ്ദേശം ഉണ്ടാവും. അത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ അവിടെയുള്ള ആചാര്യന്മാരോട് ചോദിച്ചാലേ അറിയാം, അതിനൊരു കാരണം ഉണ്ടാവും. അപ്പൊ ചില ക്ഷേത്രങ്ങളിൽ ഒരു ഈ ബാലൻസിങ് ഉണ്ട്, എനർജി ബാലൻസിങ്. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, നരസിംഹമൂർത്തിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ചൈതന്യത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇപ്പുറത്ത് വേറൊരു മൂർത്തിയും കൂടി വെച്ചിട്ട് അതിനെ ന്യൂട്രൽ, നമ്മൾ പോസിറ്റീവും നെഗറ്റീവും എന്നൊക്കെ പറയുന്ന പോലെ ആ എനർജീനെ ബാലൻസ് ചെയ്യാനൊക്കെയാണ് വെക്കുന്നത്. ഇപ്പം അവിടെ മരട് അമ്പലത്തിൽ ഭഗവതിയാണ് പ്രതിഷ്ഠ. അപ്പം അവിടെ മഹാവിഷ്ണുവിൻ്റെ ഒരു ചൈതന്യം ഉണ്ട് എന്ന് പറയുന്നു. ഉണ്ടാവും. അതാണ് ഇതിൻ്റെയൊക്കെ പൂർണ്ണമായ അറിവൊന്നും നമുക്കില്ല. നമുക്ക് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഗുരുമുഖത്തുനിന്ന് ഒരു മറ്റൊരാളിലേക്ക്, അതായത് നമുക്കങ്ങനെ പകർന്നു കിട്ടിയ അറിവുകളാണ്. ഇതിൽ ഒരു ഉറപ്പായിട്ടും അങ്ങനെ ഒരു കാരണം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും വെച്ചത്. ഇല്ലാതെ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഇതുവരെ ഋഷിപ്രാപ്തമായ കാര്യങ്ങളൊന്നും തെറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് ശരിവെക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെയാണ്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനിയും ധാരാളം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അതെ. അപ്പൊ ഇനിയും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.